ഹായ് എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു നൂഡിൽസ് ഉണ്ടാക്കാം. ഇത് ന്യൂ ജനറേഷൻ പിള്ളേർക്കൊക്കെ ഇഷ്ടാവുന്ന ഒരു നൂഡിൽസാണിത്. കൊറിയക്കാരുടെ ഏറ്റവും ഇഷ്ട വിഭവങ്ങളിൽ ഒന്നാണ് ഈ നൂഡിൽസ്. അപ്പം നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ബോൺലെസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ട്, വൈറ്റ് ഓണിയൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, അതേപോലെ തന്നെ ഗ്രീൻ ഓണിയൻ, പിന്നെ അതേപോലെ തന്നെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി. ബ്ലാക്ക് ബീൻ സോസ് നമുക്കിപ്പോൾ ആമസോണിലൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ബ്ലാക്ക് ബീൻ സീഡിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ സീഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണ് ഈ നൂഡിൽസ് ഇഷ്ടമുള്ളൂ. ഇനി നമുക്ക് നൂഡിൽസ്, ഇത് നൂഡിൽസ് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് യൂസ് ചെയ്യരുത്. ഹക്ക നൂഡിൽസ് പോലെയുള്ള വലിയ നൂഡിൽസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മളെ തിളച്ച വെള്ളത്തിലോട്ട് ഉപ്പും ഒരിത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെ നൂഡിൽസ് നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ലെങ്തി ആയിട്ടുള്ള നൂഡിൽസാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ കൊറിയക്കാർ ഇത് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് പോർക്ക് വെച്ചിട്ടാണ് അവർ ഇത് ഉണ്ടാക്കുന്നത്. ഇതൊരു സ്ട്രീറ്റ് ഫുഡാണ് കൊറിയയിലെ. പിന്നെ അതേപോലെ വെജിറ്റബിളായിട്ട് അവർ ഇതിൽ എക്സ്ട്രാ നമ്മൾ സുജീനി ചേർക്കുന്നുണ്ട്. സുജീനിയുടെ ടേസ്റ്റ് നമുക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമായിന്ന് വരില്ല. നമ്മളെ നൂഡിൽസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ടാപ്പ് തുറന്നിട്ട് അതിലോട്ട് നമ്മളെ ഈ വെന്തുള്ള നൂഡിൽസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ടാപ്പ് തുറന്നിട്ട് ആ വെള്ളം കാണിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം ഒട്ടാതെ കിട്ടും നമ്മളെ നൂഡിൽസ്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമ്മൾ കുനുകുന അരിഞ്ഞ ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ വൈറ്റ് ഓണിയനാണ്. നമുക്ക് ഇപ്പോൾ വൈറ്റ് ഓണിയൻ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ നോർമലായിട്ട് മറ്റേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഓണിയൻ ഇട്ടാലും മതി. അവർ ഇത് മോസ്റ്റായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത് ഈ വെള്ള കളറുള്ള ഉള്ളിയാണ്. നമ്മൾ സാധാരണ നമ്മളെ കേരളീയ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മസാല നന്നായിട്ട് സോട്ടാവണം. ഇത് അത്ര നമുക്ക് ബ്രൗണിഷ് കളർ ആവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മതി. ഇനി നമുക്ക് അതിലോട്ട് ഇത്തിരി ഉപ്പ് ചേർത്തിട്ട് നമ്മളെ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സമയം സുചിനി ഇഷ്ടമുള്ളവർക്ക് സുചിനി ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സുചിനി യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ഇവിടെ ക്യാബേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് നമ്മളെ ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും സോട്ടായാലും നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. ഇനി നമ്മൾ ചിക്കൻ വേവിക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ട് വേവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഇതൊക്കെ കൂടി ആകെ കുഴയും. അപ്പോൾ നമുക്ക് നമ്മളെ വെജിറ്റബിൾസൊക്കെ ഇന്ന് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ ചിക്കനൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്ക് അടച്ച് വേവിക്കണം. അടങ്ങിയ വെള്ളമൊക്കെ നമുക്കൊന്ന് ഒക്കെ ഇവാബറേറ്റ് ചെയ്ത് പോകണം. എന്നിട്ട് നമുക്കത് നന്നായി ഒന്ന് വെന്ത് കിട്ടണം. നമ്മളെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ സോസ് ഒഴിച്ചു കൊടുക്കാം. ബ്ലാക്ക് ബീൻ സോസ് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ, വലിയ ടേബിൾ സ്പൂൺ 4 ടേബിൾ സ്പൂണ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ പച്ചക്കറി, അതായത് നമ്മളെ വൈറ്റ് ഓണിയനും അതേപോലെ തന്നെ ക്യാബേജും
പിന്നെ ഗ്രീൻ ഓണിയനും കൂടിയിട്ടുള്ളത് മിക്സും അതൊക്കെ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കളറ് ഒന്നും കൂടെ വേണ്ടവർക്ക് നമുക്ക് ഈ സോസ് ഒന്നും കൂടി ചേർക്കാം കേട്ടോ. പക്ഷേ നമ്മൾ മലയാളികൾക്ക് ഇതിൻ്റെ സോസിൻ്റെ ടേസ്റ്റ് ന്യൂ ജനറേഷൻ പിള്ളേർക്കൊക്കെ നന്നായി ഇഷ്ടമാവും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളെ സോസ് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഈ മിക്സ് ഒന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഇതിലോട്ട് നൂഡിൽസ് ഇടില്ല. നൂഡിൽസ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഈ മിക്സ് നമ്മൾ നൂഡിൽസിൻ്റെ മേലോട്ടാണ് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഇതൊരു തിക്ക് പരിവായി കിട്ടണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ നമ്മൾ ചേർത്തത്. നമ്മളുടെ മിക്സ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് നമ്മളെ നൂഡിൽസ് അതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ലോങ് ആയിട്ടുള്ള നൂഡിൽസ് നമുക്കൊന്ന് വട്ടത്തിൽ വെച്ചിട്ട് അതിൻ്റെ മേലോട്ട് നമ്മളെ ഈ മിക്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലോട്ട് കുനുകുന അരിഞ്ഞിട്ടുള്ള നമ്മളെ കുക്കുമ്പർ വെച്ച് കൊടുക്കാം. ഇനി ഒരു ഫോർക്കോ അല്ലെങ്കിൽ 2 സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്യാം. ഈ ടൈമിലാണ് നമ്മൾ മിക്സ് ചെയ്യുള്ളൂ. ഇതിന് മുന്നേ മിക്സ് ചെയ്യില്ല. ആ കഴിക്കുന്ന ടൈമിലാണ് അവർ മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഈ ബ്ലാക്ക് ബീൻ നൂഡിൽസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.